ബഹുമാനപ്പെട്ട റെഗുലേറ്ററി കമ്മീഷൻ ചെയർമാൻ, മെമ്പേഴ്സ്, ഈ ഹിയറിംഗിൽ സംബന്ധിക്കുന്ന എല്ലാവരുമേ, വിശദമായ ഒരു കാര്യവും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ആദ്യമേ തന്നെ റെഗുലേറ്ററി കമ്മീഷനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കാരണം കഴിഞ്ഞ താരിഫ് റെഗുലേഷനെ സംബന്ധിച്ചുള്ള ഹിയറിങ്ങുകളിലുണ്ടായ ഒരു പ്രശ്നങ്ങളും ആവർത്തിക്കാതിരിക്കത്തക്ക രീതിയിൽ വളരെ സുരക്ഷിതമായി 4 ദിവസം കൊണ്ട് 12 ഷെഡ്യൂളുകളായിട്ട് ഈ ഹിയറിംഗ് അറേഞ്ച് ചെയ്തതിനെ അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ പോയിന്റ്, വളരെ വ്യക്തമായിട്ട് റെഗുലേഷൻ ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ഡ്രാഫ്റ്റ് റെഗുലേഷൻ മനസ്സിലാക്കുന്നത്, നിലവിലുള്ള ഒരു കൺസ്യൂമേഴ്സിനെയും പുതിയ റെഗുലേഷൻ ബാധിക്കില്ല എന്ന് തന്നെയാണ്. ഇവിടെ പറഞ്ഞ പലരും ഒരു ഫിയർ കാണിക്കുന്നത് നിലവിലുള്ളവർക്ക് എന്തോ പ്രശ്നം ഉണ്ടാകും എന്നുള്ള രീതിയിലാണ്. പക്ഷെ അത് കമ്മീഷനെ ഒരു വിശ്വാസം ഇല്ലാഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഐ ബിലീവ് ദ കമ്മീഷൻ. ഇതിനു മുമ്പുള്ള 2020 റെഗുലേഷനിൽ ഒരു അമെൻമെന്റ് ആയിട്ട് തന്നെ, പിന്നീട് ഫസ്റ്റ് അമെൻമെന്റ് ആയിട്ട് തന്നെ റെഗുലേഷൻ 2020 ക്ലോസ് 2(1) അത് പ്രത്യേകം പറയുന്നുണ്ട്, നിലവിലുള്ള കൺസ്യൂമേഴ്സിനെ യാതൊരു രീതിയിലും അത് ബാധിക്കില്ല. അത് അന്നത്തെ പോളിസിയും അന്നത്തെ റെഗുലേഷന്റെ നിയമങ്ങളും അനുസരിച്ചായിരിക്കും ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരും മുൻപോട്ട് പോകുന്നതാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത്, ഇതിൽ ഈ ഡ്രാഫ്റ്റിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും പുതിയതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ബാധകമാവുകയുള്ളതാണ്. അതുകൊണ്ട് നിലവിലുള്ളവരെ സംബന്ധിച്ച് ഒരു ഭയവും ഇല്ലാതെ തന്നെ പുതിയ ആൾക്കാരെ കുറിച്ചൊന്ന് പറയാൻ ആഗ്രഹിക്കുക. ഈ നിലവിലുള്ളവരെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യമുള്ളത്, 2 ലക്ഷം പ്രൊസ്യൂമേഴ്സ് ഉണ്ട്. ഏകദേശം ഒരു 3000 കോടി രൂപയോളം അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓൺ ബിഹാഫ് ഓഫ് KSEBL. കാരണം ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യേണ്ടത് കേരളത്തിൽ KSEBL കുത്തകയായതുകൊണ്ട് അതിലേക്ക് ഒരു 3000 കോടി രൂപ ഇവിടുത്തെ പബ്ലിക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കമ്മീഷൻ കൺസിഡർ ചെയ്ത് വിചാരിക്കുന്നു. ആ 3000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റിൽ ആവശ്യമായി വരുന്ന കാലാകാലങ്ങളിലെ മെയിൻ്റനൻസും KSEB അല്ല ചെയ്യുന്നത്, ഈ പ്രൊസ്യൂമേഴ്സ് ആണ്. അപ്പൊ അങ്ങനെ ഒരു ലാഭം കൂടെ KSEBക്ക് ഉണ്ട്. ആ നിലയ്ക്ക് ആ KSEBക്ക് വേണ്ടി, അല്ലെങ്കിൽ ലൈസൻസുകൾക്ക് വേണ്ടി ഒരു റെഗുലേഷൻ ആയിട്ട് ഇത് പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഈ പുതുതായിട്ട് വരുന്ന റെഗുലേഷൻ, ഞാൻ പറയുന്നത്, ഒത്തിരി പോയിന്റുകൾ ശരിക്കും വളയ്ക്കുന്ന പോലെയല്ല, ഓടിക്കുന്ന പോലെയാണ് കാണുന്നത്. കുറച്ച് കാര്യങ്ങൾ കൺട്രോൾ ആവശ്യമുണ്ട്. കാരണം കമ്മീഷൻ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പകല് എക്സ്പോർട്ട് ചെയ്യുന്ന അല്ലെ ബാങ്ക് ചെയ്യുന്ന യൂണിറ്റ്സ് അതുപോലെ തന്നെ പീക്ക് അവറിൽ ഉപയോഗിക്കുന്നത് ന്യായമല്ല. അതിനോടൊക്കെ യോജിക്കുന്നു. പക്ഷെ ഇവിടെ 5% ബാങ്കിങ് ചാർജ് ഉള്ളത് ഇപ്പം പീക്ക് അവറിൽ 50% ബാങ്കിങ് ചാർജ് വരുന്ന രീതിയിലാണ് നോർമലൈസേഷൻ ഫാക്ടർ വെച്ചിരിക്കുന്നത്. 15% വ്യത്യാസം ചാർജ് വരുന്ന രീതിയിലാണ് ഓഫ് പീക്ക് വെച്ചിരിക്കുന്നത്. അതിലൊക്കെ മാറ്റം വരുത്തണം പുതിയ കൺസ്യൂമേഴ്സിന് എന്നാണ് എനിക്കൊരു അഭിപ്രായമുള്ളത്. അതുപോലെ തന്നെ പ്രധാനമായിട്ട് പണ്ടുള്ള എല്ലാ റെഗുലേഷനുകളും, പ്രത്യേകിച്ച് 6 റെഗുലേഷൻസ് ജനങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരുന്നു, പബ്ലിക്കിനെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരുന്നു ഉണ്ടാക്കിയത്. പക്ഷെ ഇത്തവണത്തെ ഈ റെഗുലേഷനിൽ മോസ്റ്റ് ഓഫ് ദ റെഗുലേഷൻ പോയിന്റ്സ് ലൈസൻസിക്ക് വേണ്ടിയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നെറ്റ്വർക്ക് ചാർജസ്, 1 rupees പെർ യൂണിറ്റ്. ഇതിനു മുമ്പ് സംസാരിച്ച ഒരാൾ പറഞ്ഞു, തമിഴ്നാട്ടിൽ ഒഴികെ ഒരിടത്തും ഇത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ലാന്ന്. തമിഴ്നാട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്തത് ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആ സ്റ്റേ അഴിക്കാൻ വേണ്ടി TNEB പോയിട്ടുണ്ട്. അതിന്റെ അവസ്ഥ എന്തായെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഇതുവരെയും തമിഴ്നാട്ടിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം പ്രൊസ്യൂമേഴ്സിനെ കൂടെ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പീക്ക് അവർ ചാർജസിനെ കുറിച്ച്, പീക്ക് അവറിന്റെ ചേഞ്ച് 18 to 23.5 hours ആണ് പുതിയതായിട്ട് പീക്ക് അവർ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നിലവിലൊരു റെഗുലേഷൻ 2027 മാർച്ച് 31 വരെയുള്ള താരിഫ് ഓർഡറിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് 18 to 22 ആയിരിക്കും പീക്ക് അവേഴ്സ്. അപ്പൊ ആ നിലയ്ക്ക് പുതിയൊരു റെഗുലേഷൻ വരുമ്പം നിലവിലുള്ള റെഗുലേഷനെ സൂപ്പർസീഡ് ചെയ്യാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ആ 2027 മാർച്ച് 31 വരെയും നിലവിലുള്ള റെഗുലേഷൻ അനുസരിച്ചുള്ള പീക്ക് അവർ ആയിരിക്കണം പാലിക്കപ്പെടേണ്ടത്. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. അപ്പൊ എനിക്ക് ഞാൻ കൺക്ലൂഡ് ചെയ്യാം. കാരണം ഞാൻ
ST അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി കൂടിയാണ്, MRFന്റെ റെപ്രസെന്റേറ്റീവാണ്. അപ്പൊ ഈ രണ്ട് ഭാഗത്ത് നിന്ന് സംസാരിക്കുമ്പോൾ റെഗുലേറ്ററി കമ്മീഷന്റെ വളരെ വ്യക്തമായ ST അസോസിയേഷന്റെ ഒരു വ്യക്തമായ സജഷൻസ് ഞങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് പരിഗണിക്കണം. ഞാൻ ആദ്യം അപ്രീഷിയേറ്റ് ചെയ്ത ഒരു കാര്യം നല്ല രീതിയിൽ നടത്തുന്നതിനെ കുറിച്ചാണ്. പക്ഷെ അങ്ങനെ നടത്തുമ്പം ഞങ്ങൾക്കുള്ള ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് 5 മിനിറ്റ് കൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും പറയാൻ പറ്റത്തില്ല എന്നുള്ളത്. അതുകൊണ്ട് മുൻ ഹിയറിങ്ങുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞങ്ങൾ പരമാവധി കുറച്ച് സംസാരിക്കുമ്പം ഞങ്ങളുടെ സംസാരത്തിന് പകരം ഞങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ 2 തവണ വായിക്കണം എന്നാണ് എനിക്ക് കമ്മീഷണർ പറയാനുള്ളത്. ഒരു തവണ വായിച്ച് തള്ളരുത്. ഞങ്ങളോട് മറുപടി ചോദിക്കാം. തീർച്ചയായിട്ടും ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന അല്ലെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇതുപോലെ നേരത്തെ ചെയർമാൻ പറഞ്ഞു, ഇടയ്ക്ക് കയറി ചോദ്യങ്ങൾ ഡിസ്കഷൻ ടൈമിലായിരുന്നു പണ്ടൊക്കെ. അതുകൊണ്ട് നമുക്ക് ക്ലാരിഫിക്കേഷൻ പറയാമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ റെഗുലേറ്ററി കമ്മീഷനിൽ ഞങ്ങൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന വസ്തുതകൾ സംശയമുണ്ടെങ്കിൽ അതിന് സബ്മിറ്റ് ചെയ്ത വ്യക്തികളോടോ ആരോടാണെങ്കിലും ക്ലാരിഫിക്കേഷനോട് വാങ്ങിയിട്ട് മാത്രമേ ഇത് ചെയ്യാവുള്ളൂ. നല്ല രീതിയിലുള്ള ഒരു റെഗുലേഷൻ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഈ ഡ്രാഫ്റ്റ് ഡെവലപ്പ് ചെയ്ത് പ്രൊസ്യൂമേഴ്സിനും കൂടെ പ്രയോജനകരമായിട്ടുള്ള ഒരു റെഗുലേഷനായിട്ട് മാറ്റണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. കേരള STN